ട്രംപിന് വോട്ട് ചെയ്ത സാമൂഹ്യ വിഭാഗങ്ങളും വംശീയ വിഭാഗങ്ങളടക്കം വലിയൊരു വിഭാഗം മനുഷ്യർ ഇപ്പോൾ ട്രംപിനെതിരാണ്, റിപ്പബ്ലിക്കൻ പാർട്ടിക്കുമെതിരാണ്. യുക്രൈൻ്റെ കാര്യം പറഞ്ഞപ്പോൾ യുക്രൈൻ ശരിക്കും പെട്ടത് അമേരിക്കയുടെ ശക്തിയിൽ വിശ്വസിച്ചുകൊണ്ടായിരുന്നു റഷ്യയുമായിട്ട് യുദ്ധം ചെയ്യാൻ പോയത്. അപ്പോൾ അത് തകർന്ന് തരിപ്പണമാകുന്നൊരവസ്ഥയിലേക്ക് എത്തി. ഈ ഒരു ഭയം ഈ നാറ്റോ രാജ്യങ്ങൾക്ക് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ ചെറിയ തോതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകും. അടിയും തിരിച്ചടിയുമായിട്ട് ഒരു സ്റ്റാൻഡ് സ്റ്റിൽ ആയിട്ട് നിൽക്കുക. ഖർഖർ യോജന പദ്ധതി പ്രകാരം എല്ലാ വീട്ടിലും സോളാറൊക്കെ വെക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെയാണെങ്കിലും നമ്മൾ ചൈനയേക്കാൾ എത്രയോ പുറകിലാണ്. ഇൻസൈറ്റിലേക്ക് സ്വാഗതം. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെതിരെ നടത്തിയ ആക്രമണം ഇപ്പോൾ 3 മാസം പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇറാൻ ശക്തമായ തിരിച്ചടി ഈ രാജ്യങ്ങൾക്ക് നേരെയല്ല കൊടുത്തത്, മറിച്ച് ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ താവളങ്ങൾക്കെതിരെ കൂടിയായിരുന്നു. ഇസ്രായേൽ ലെബനനെതിരെയും ആക്രമണം നടത്തി. ഇതോടെ പശ്ചിമേഷ്യയിൽ വലിയ തോതിലുള്ള കുഴപ്പങ്ങൾ, സാമ്പത്തിക കുഴപ്പങ്ങൾ, അതുപോലെ തന്നെ യുദ്ധവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഇങ്ങനെ വലിയ അനിശ്ചിതത്വങ്ങളും പ്രശ്നങ്ങളും നേരിടുകയുണ്ടായി. ഒപ്പം ലോകത്തെ തന്നെ അത് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും അനിശ്ചിതത്വത്തിലേക്കുമാണ് പറിച്ചു നട്ടത്. 3 മാസത്തിനിടയിൽ നടന്ന എല്ലാ തരത്തിലുള്ള നെഗോഷിയേഷൻസും ചർച്ചകളും സമാധാന ശ്രമങ്ങളുമൊക്കെ തന്നെ വീണ്ടും പ്രതിസന്ധിയിലാക്കുന്ന തരത്തിൽ കഴിഞ്ഞ ദിവസം വീണ്ടും അമേരിക്കയും ഇറാനും പരസ്പരമുള്ള ആക്രമണങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്ത് വലിയ ദുരിതം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഈ യുദ്ധം എന്ന് അവസാനിക്കുമെന്നുള്ള ആശങ്കയാണ്. ഈ വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. എന്നോടൊപ്പം ഈ വിഷയം ചർച്ച ചെയ്യാൻ വിദേശകാര്യ വിദഗ്ധനായ ഡോക്ടർ PJ വിൻസെൻ്റ് ഉണ്ട്. സ്വാഗതം സാർ. നമസ്കാരം. നമ്മൾ കുറേ തവണ ഈ വിഷയം ചർച്ച ചെയ്ത് കഴിഞ്ഞു. തീർച്ചയായിട്ടും പലതവണ ചർച്ച ചെയ്തു. നമ്മൾ യുദ്ധം അവസാനിക്കാൻ പോകുന്നു, ചർച്ചകൾ തുടരുന്നു എന്നുള്ള മട്ടിലൊക്കെ തന്നെയുള്ള ചർച്ചകൾ നടന്നു. പക്ഷേ യുദ്ധം അവസാനിക്കുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പം ഖത്തർ ഇടപെട്ടുകൊണ്ടുള്ള മധ്യസ്ഥ ശ്രമങ്ങൾ, സമാധാന ചർച്ചകളാണ് ഇപ്പോൾ ഒടുവിൽ നടന്നത്. നേരത്തെ ഇസ്ലാമാബാദിൽ ചർച്ചകൾ നടന്നു. പക്ഷേ ഇതൊന്നും എവിടെയെത്തുന്നില്ല. വീണ്ടും ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളിലൂടെ കടന്നു പോവുകയാണ്. നമ്മളടക്കം ലോകത്തെ ജനങ്ങൾ വലിയൊരു പ്രതിസന്ധിയിലൂടെ, ദുരിതത്തിലൂടെ കടന്നു പോകുന്നൊരവസ്ഥയാണ്. തീർച്ചയായിട്ടും. എന്തുകൊണ്ട് ഇത് അവസാനിക്കുന്നില്ല എന്നുള്ളൊരു വലിയ ചോദ്യമാണ്. ലോകത്തിലെ ഒരു സംഘർഷ മേഖലകളിലും പൂർണ്ണമായ സമാധാനം ഉണ്ടായിട്ടില്ല. മഴ കഴിഞ്ഞാലും മരമഴ പെയ്യും എന്നുള്ളതാണല്ലോ. ഹോട്ട് യുദ്ധം ഏറെക്കുറെ കഴിഞ്ഞു എന്ന കാര്യത്തിൽ സംശയമില്ല. അതേസമയം ശീതയുദ്ധം തുടരുകയാണ്. അതായത് പരിമിതമായ ആക്രമണങ്ങളും എന്നാൽ എപ്പോൾ വേണമെങ്കിലും ഒരു ഫുൾ സ്കെയിൽ യുദ്ധം തുടങ്ങാനുള്ള സാധ്യത നിലനിർത്തിക്കൊണ്ട് ഇരു വിഭാഗങ്ങളും യുദ്ധോദ്യുക്തരായി നിൽക്കുക എന്നുള്ള അവസ്ഥയാണ്. ദർ ഈസ് നോ പീസ്, ദർ ഈസ് നോ വാർ. ഏകദേശം ആ ദിശയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. കാരണം കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ഇറാനും തമ്മിലുള്ള ഒരു ഉരസൽ, ഏതാനും മിസൈലുകൾ ഇസ്രായേലിലേക്ക് അയച്ചു, തിരിച്ച് ഇസ്രായേൽ ഇറാനെയും ആക്രമിച്ചു. കഴിഞ്ഞ ദിവസം അപ്പാച്ചെ ഹെലികോപ്റ്റർ തകർന്നു വീണു. ഇറാൻ്റെ ഡ്രോൺ തട്ടിയിട്ടാണ് എന്നാണ് അമേരിക്കയുടെ ക്ലെയിം. പക്ഷേ അത് യന്ത്രത്തകരാറ് കൊണ്ടാവാം എന്നുള്ള രീതിയിലുള്ള ചർച്ചകളും വരുന്നുണ്ട്. അതിന് മറുപടിയായി ഇറാനിലേക്ക് അമേരിക്കയുടെ ഒരു അറ്റാക്ക് ഉണ്ടായി. അവരുടെ ജലവിതരണ ശൃംഖലയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണമാണ് ഉണ്ടായത്. അപ്പോൾ ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ ചെറിയ തോതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകും. അടിയും തിരിച്ചടിയുമായിട്ട് ഒരു സ്റ്റാൻഡ് സ്റ്റിൽ ആയിട്ട് നിൽക്കുകയാണ്. സംഘർഷം പരിഹരിക്കപ്പെടുന്നില്ല. ഇത് വളരെ സങ്കീർണമായ ഒരവസ്ഥയാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ദിശയിൽ എത്ര കാലം പോയാലും കുഴപ്പമില്ല. കാരണം അവർക്ക് അവരുടെ എണ്ണ വയ്ക്കാൻ സാധിക്കുന്നുണ്ട്. അമേരിക്ക അന്ന് പറഞ്ഞിരുന്നത് ഒരാഴ്ചക്കകം യുദ്ധം അവസാനിക്കുന്നായിരുന്നു എന്ന് പറഞ്ഞിരുന്നത്, ഓർമ്മയുണ്ടാവും? അതെ. അല്ല, നിലവിലുള്ള അവസ്ഥയിൽ ഹോർമൂസ് കടലിടുക്കിൻ്റെ നിയന്ത്രണം ഇറാനിൽ നിന്നും ഹോർമൂസ് കടലിന് പുറത്തേക്ക് വരുന്ന അല്ലെങ്കിൽ അകത്തേക്ക് പോകുന്ന കപ്പലുകളെ ഉപരോധിച്ചുകൊണ്ട് അമേരിക്കൻ സൈന്യവും നിലയുറപ്പിച്ചിരിക്കുന്നു. ആക്രമണം ചെറിയ തോതിലുള്ള ഏറ്റുമുട്ടലുകൾ, ഉരസലുകൾ എന്നേ പറയാൻ പറ്റുള്ളൂ, ഏറ്റുമുട്ടലുകൾ എന്ന് പറയാൻ പറ്റില്ല, ചെറിയ തോതിലുള്ള ഉരസലുകൾ, സ്ക്രിമിഷസ്, അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഈ ഒരു അവസ്ഥ തുടർന്നു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്ക് കാര്യമായ പ്രശ്നമില്ല. പ്രതിസന്ധി മുഴുവൻ ഏഷ്യൻ രാജ്യങ്ങൾക്കാണ്.
ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നത് ചൈനയ്ക്കാണ്, ഇന്ത്യക്കാണ്, ജപ്പാനാണ്, സൗത്ത് കൊറിയയ്ക്കാണ്. ഏഷ്യയിലെ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന സമ്പദ്ഘടനകൾ അതീവ ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് പോകും. ഗൾഫ് രാജ്യങ്ങളിൽ ആകെ വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുക. അതെ അതെ, അതിൽ ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുന്ന രാജ്യം ഇന്ത്യയാണ്. ചൈനയ്ക്ക് ഊർജ്ജ പ്രതിസന്ധിയുള്ളൂ. ആ ഊർജ്ജ പ്രതിസന്ധി മറികടക്കാൻ വലിയ രൂപത്തിൽ ചൈന മുൻകൂട്ടി തന്നെ നിക്ഷേപങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് സോളാർ മേഖലയിലുണ്ട്. അവർ റെയർ എർത്ത് മെറ്റൽസ് ഉപയോഗിച്ചുകൊണ്ട് നല്ല ഹൈ ക്വാളിറ്റി ബാറ്ററികൾ ഉണ്ടാക്കി ആ ദിശയിൽ അവർ വലിയ മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. ലോകത്തിലിപ്പം ഏറ്റവും ക്വാളിറ്റിയുള്ള ഇലക്ട്രിക് കാറുകളൊക്കെ ഉണ്ടാക്കുന്നത് ചൈനയാണ്. അപ്പോൾ ചൈനയ്ക്ക് ഈ ഫോസിൽ ഫ്യൂൽസിൻ്റെ മേലെയുള്ള ഡിപ്പെൻഡൻസി നിർണായകമായി അവർക്ക് കുറയ്ക്കാൻ സാധിക്കും. ഇപ്പോൾ അവർ വൻതോതിൽ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അതൊക്കെ ഈ സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവിലേക്കാണ് ഒക്കെയാണ് പോകുന്നത്. അവരുടെ ദൈനംദിന ഉപഭോഗത്തിൽ വലിയൊരളവ് കുറച്ചു കൊണ്ടുവരാൻ ചൈനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ അവരുടെ ഗുണം എന്താ വെച്ചാൽ ഈ ഗൾഫ് മേഖലയിൽ ചൈനീസ് വംശജർ കുറവാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് സോളാർ അലയൻസിലൊക്കെ നമ്മൾ അംഗമാണ്. പ്രധാനമന്ത്രിയുടെ ഖർഖർ യോജന പദ്ധതി പ്രകാരം എല്ലാ വീട്ടിലും സോളാറൊക്കെ വെക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെയാണെങ്കിലും നമ്മൾ ചൈനയേക്കാൾ എത്രയോ പുറകിലാണ്. അപ്പോൾ അതുകൊണ്ട് കുറേ കാലത്തേക്ക് നമ്മൾ വലിയ രൂപത്തിൽ LNG, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്, LPG, അതുപോലെ ക്രൂഡ് പെട്രോളിയം, പ്രകൃതിവാതകം, ഇതിനെല്ലാം ഗൾഫ് മേഖലയെയും ലോകത്തിൻ്റെ മറ്റ് രാജ്യങ്ങളെയും ആശ്രയിക്കേണ്ടി വരും. അതിൽ നമ്മുടെ ഏറ്റവും വലിയ ആശ്രിതത്വം ഗൾഫ് മേഖലയിലാണല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് കാര്യമായ ഒരു ഭീഷണിയാണത്. ഇനി ചൈനയ്ക്കില്ലാത്ത രണ്ടാമത്തെ ബുദ്ധിമുട്ട് നമ്മുടെ പ്രവാസികളാണ്. ഗൾഫ് മേഖലയിൽ മാത്രം ഏകദേശം 85 ലക്ഷം ഇന്ത്യക്കാരാണുള്ളത്. അത് മറ്റ് ഇറാഖ്, ഇറാനിലൊക്കെയുള്ള ചെറിയ പ്രവാസി സംഘത്തെ എല്ലാം കൂടെ ചേർത്താൽ 1 കോടിയോളം ഇന്ത്യക്കാർ ആ മേഖലയിൽ വരും. ഫ്ലോട്ടിംഗ് പോപ്പുലേഷനും കൂടി എടുത്തു കഴിഞ്ഞാൽ ഇസ്രായേൽ അടക്കമുള്ള രാജ്യങ്ങളിൽ ഇന്ത്യക്കാരുടെ വലിയ നമ്പറുണ്ട്. അപ്പോൾ ഇവരെയെല്ലാം ഇവാക്യുവേറ്റ് ചെയ്യുക എന്നുള്ളത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല ഈ യുദ്ധം നീണ്ടു നിൽക്കുന്നതോടുകൂടി ഗൾഫ് രാജ്യങ്ങളുടെ ഇക്കണോമിയെ അതിപ്പോൾ തന്നെ ബാധിച്ചു. ഇത് തുടർന്നു കഴിഞ്ഞാൽ ഗൾഫ് രാജ്യങ്ങളിൽ തന്നെ ഒരു മാന്ദ്യത്തെ അഭിമുഖീകരിക്കും. അങ്ങനെ വരുമ്പോൾ ആദ്യത്തെ തൊഴിൽ നഷ്ടമുണ്ടാകുന്നതിൻ്റെ ആദ്യത്തെ ഇരകൾ നമ്മളായിരിക്കും. അതെ, അതിപ്പോൾ തന്നെ ധാരാളം ആളുകൾ, യുവാക്കളായ ആളുകളൊക്കെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. അവിടെ കൺസ്ട്രക്ഷൻ മേഖലയിൽ നമ്മുടെ വലിയ സാന്നിധ്യമാണ്. അതിനോടനുബന്ധിച്ചാണ് ഈ ഭക്ഷണ വിതരണ ശൃംഖലകൾ, സൂപ്പർ മാർക്കറ്റുകളുടെ ശൃംഖലകൾ തുടങ്ങി ഈ സർവീസ് സെക്ടറിൽ മുഴുവനും മലയാളി സാന്നിധ്യവും ഇന്ത്യക്കാരുടെ സാന്നിധ്യവുമുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു മാന്ദ്യത്തിലേക്ക് നീങ്ങുമ്പോൾ, തൊഴിൽ നഷ്ടമുണ്ടാകുമ്പോൾ ഇവർക്കെല്ലാം തിരിച്ചു വരേണ്ടി വരും. അതോടുകൂടി അവിടെ നിന്നുള്ള റെമിറ്റൻസിൽ വലിയ കുറവുണ്ടാകും, തൊഴിൽ നഷ്ടമുണ്ടാകും. ആളുകൾ ഫിസിക്കലായി അവർ ഇന്ത്യയിലേക്ക്, കേരളത്തിലേക്ക് വരികയാണ്. അവരിവിടെ പുനരധിവസിപ്പിക്കണം. അവർക്കിവിടെ തൊഴിലില്ലാത്തവരായിട്ട് അങ്ങോട്ട് വരുന്നത്. ഇങ്ങനെ നിലവിൽ തന്നെ ഇന്ത്യയും കേരളമൊക്കെ തൊഴിലില്ലായ്മ കൊണ്ട് വലിയ പൊറുതിമുട്ടുകയാണ്. വലിയ പ്രതിസന്ധിയിലേക്ക് നമ്മൾ പോകും. അതിലേറ്റവും വലിയ ക്ഷീണം സംഭവിക്കുന്നത് നമുക്കായിരിക്കും, കേരളത്തിനായിരിക്കും. ഇന്ത്യയിലെ മറ്റിതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമുക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെ വലിയ പ്രതിസന്ധി ഉണ്ടാകുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം 21ാം നൂറ്റാണ്ട് ഏഷ്യയുടെ നൂറ്റാണ്ടായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അമേരിക്കയുടെ സാമ്പത്തിക, സൈനിക, രാഷ്ട്രീയ, തന്ത്രപരമായ ആധിപത്യത്തെ, ഹെജിമണിയെ ചെറുക്കാൻ ശേഷിയുള്ള രാജ്യങ്ങൾ അത് ചൈനയും ഇന്ത്യയും റഷ്യയും ഒക്കെയാണ്. ഇതിൽ സുഹൃത്ത് രാജ്യമായ ഇന്ത്യക്കും 8ന്റെ പണി കിട്ടുകയാണ്. നമ്മുടെ വളർച്ച മുരടിക്കും. ചൈനയെ കാര്യമായ രീതിയിൽ അവർക്ക് സാമ്പത്തിക നിയന്ത്രണത്തിലേക്ക് പോകുന്ന അവസ്ഥ ചൈനയിലുമുണ്ട്. പിന്നെ സൗത്ത് കൊറിയയും ജപ്പാനും ഒക്കെ അമേരിക്കയുടെ സഖ്യശക്തികളാണെങ്കിലും അവർക്ക് സ്വന്തമായ നിലയ്ക്ക് വികസിത രാജ്യങ്ങൾ എന്ന നിലയ്ക്കുള്ള അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ ഇത്തരം ഘടകങ്ങളെല്ലാം എടുക്കുമ്പോൾ ഭാവിയിൽ ഒരുപക്ഷെ അമേരിക്കൻ ഹെജിമണിയെ ചോദ്യം ചെയ്യാനുള്ള തരത്തിൽ ശാക്തീകരിക്കപ്പെടാൻ സാധ്യതയുള്ളൊരു രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ അതുകൊണ്ട് ആ വളർച്ച ഇപ്പോൾ തന്നെ തടയാൻ സാധിക്കും. ഇങ്ങനെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഗൾഫ് മേഖലയെ പൂർണ്ണമായി അവരുടെ ആധിപത്യത്തിൽ നിലനിർത്താൻ സാധിക്കും. അവർക്ക് വേറെ ആൾട്ടർനേറ്റീവ് ഇല്ല ഇനി ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ച്. ഏഷ്യയിലെ ഉണർന്ന് പൊതുജീവൻ കൊള്ളുന്ന പൊതു സമ്പദ്ഘടനകളെ അവർക്ക് ഒന്ന് ക്ഷീണിപ്പിക്കാൻ പറ്റും.
റഷ്യയെ പൂർണ്ണമായി അലേർട്ടിൽ നിർത്താൻ പറ്റും. ഇങ്ങനെ പലവിധ ലക്ഷ്യങ്ങൾ അമേരിക്കയ്ക്ക് തന്ത്രപരമായി ഈ മേഖലയിൽ നേടാനുണ്ട്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ യുദ്ധം അവസാനിപ്പിക്കേണ്ടത് അമേരിക്കയേക്കാൾ ആവശ്യം ഏഷ്യൻ ശക്തികൾക്കാണ്. അതിൽ നിന്നിപ്പോൾ ചൈനയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പുറത്തു വന്നിട്ടുണ്ട്. ചൈന എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ പുതിയ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് അമേരിക്കയും ഇറാനും ഇക്കാര്യത്തിൽ സംയമനം പാലിക്കണമെന്നാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ആ തരത്തിലുള്ളൊരു ഇടപെടലിന് അവർ ശ്രമിക്കുന്നു എന്നാണ് അതിൻ്റെ ഒരു സൂചന. നേരിട്ട് ഇടപെടാൻ കഴിയില്ലെങ്കിൽ പോലും അത്തരത്തിൽ വേറെ UN പോലുള്ള സംഘടനകളൊന്നും നിലവിലില്ലല്ലോ. ഒന്നും നിലവിലില്ല. അല്ല, ഞാൻ പറയുന്നത് ഇതിൽ ഇപ്പോൾ റിക്ക് കൂട്ടായ്മ പണ്ടുണ്ടായിരുന്നു, അതിപ്പോഴും സജീവമാണ്. പക്ഷേ അന്താരാഷ്ട്ര പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതാണ്. അപ്പോൾ റഷ്യ, ചൈന, ഇന്ത്യ, നോർത്ത് കൊറിയ, ജപ്പാൻ ഇതൊക്കെ ചേർന്നിട്ട് ഒരു ഏഷ്യൻ ഗ്രൂപ്പിംഗ് ഉണ്ടാവേണ്ടത് അനിവാര്യമാണ്. അടിയന്തരമായി ഈ പ്രശ്നം പരിഹരിക്കണം. പക്ഷേ ആ ദിശയിലുള്ള ചർച്ചകൾ തന്ത്രപരമായി നടക്കുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട്. അതേസമയം അമേരിക്ക പ്രതിസന്ധി നേരിടുന്നു എന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷേ ആ യാഥാർത്ഥ്യം അവിടെ നിൽക്കുമ്പോഴും അവർക്ക് അതിനെ അതിജീവിക്കാനുള്ള പലവിധ ശേഷിയുണ്ട്. അതാണ് ആ രാജ്യത്തിൻ്റെ പ്രത്യേകത. ഇപ്പോഴും ഒരു 32.7 ട്രില്യൺ ഇക്കണോമിയാണ് ആനുവൽ ബഡ്ജറ്റ് അവരുടെ. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയാണ്. ഈ ട്രംപിസത്തിൻ്റെ അപഹാരങ്ങളെ അങ്ങ് മാറ്റി നിർത്തിയാൽ അവർക്ക് പെട്ടെന്ന് ഒരുപക്ഷെ തിരിച്ചു വരാൻ പറ്റും. അവരുടെ ഒരു പോളിസി ഷിഫ്റ്റ് അവർക്ക് ഉണ്ടാക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. നേരിട്ടൊരു പ്രശ്നം അമേരിക്കൻ കോൺഗ്രസിൽ നിന്നും റിപ്പബ്ലിക്കന്മാരുൾപ്പെടെ ഇപ്പോഴത്തെ ഈ യുദ്ധത്തെ എതിർക്കുന്നു എന്നുള്ളതാണ്. അവർ റിപ്പബ്ലിക്കന്മാർ എതിർക്കുന്നു. അതോടൊപ്പം മിഡ് ടൈം ഇലക്ഷൻ വരാൻ പോകുന്നു. ആ ഇലക്ഷനിൽ സെനറ്റിലും കോൺഗ്രസിലും ഡെമോക്രാറ്റുകൾക്ക് ഭൂരിപക്ഷം കിട്ടിയില്ല എങ്കിൽ പ്രസിഡൻറ്റിൻ്റെ ശക്തി നിർണായകമായി ദുർബലമാകും. അത് പ്രസിഡന്റിന് പിന്നെ പല പോളിസി മാറ്റേഴ്സ് എടുക്കാൻ പറ്റില്ല, ബജറ്റ് പാസ്സാക്കാൻ പറ്റില്ല, അങ്ങനെയുള്ള പ്രതിസന്ധിയിലേക്ക് വരും. അപ്പോൾ റിപ്പബ്ലിക്കന്മാർക്ക് കിട്ടിയില്ലെങ്കിൽ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഭൂരിപക്ഷം കിട്ടിയില്ല. പക്ഷേ ഇന്നത്തെ നിലയ്ക്ക് ട്രംപിസത്തോടുള്ള എതിർപ്പ് വളരെ ശക്തമാണ്. കഴിഞ്ഞ 2024 തെരഞ്ഞെടുപ്പിൽ ട്രംപിന് വോട്ട് ചെയ്ത സാമൂഹ്യ വിഭാഗങ്ങളും വംശീയ വിഭാഗങ്ങളടക്കം വലിയൊരു വിഭാഗം മനുഷ്യർ ഇപ്പോൾ ട്രംപിനെതിരാണ്, റിപ്പബ്ലിക്കൻ പാർട്ടിക്കുമെതിരാണ്. അതുകൊണ്ട് അവർക്കത്ര സുഖകരമാവില്ല. അത്തരം ഘടകങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ അമേരിക്ക ട്രംപ് എന്തൊക്കെ ദോഷമുണ്ടെങ്കിലും അദ്ദേഹം വലിയ പ്രായോഗികവാദിയാണ്. പ്രാക്ടിക്കൽ ആയിട്ട് ചിന്തിക്കുകയും വളരെ പെട്ടെന്ന് തീരുമാനമെടുക്കുകയും ചെയ്യുന്ന മനുഷ്യനാണ്. അപ്പോൾ പ്രതിസന്ധിയുണ്ട്, പ്രശ്നമാകുമെന്ന് കണ്ടു കഴിഞ്ഞാൽ നിപ്പിൽ നയം മാറ്റുന്നതിൽ ബിരുദനും കൂടിയാണ്. അതുകൊണ്ട് അവരേതെങ്കിലും രീതിയിൽ അതിജീവിക്കും, അവർക്കതിനുള്ള ശേഷിയുമുണ്ട്. അതേസമയം നമ്മളെപ്പോലുള്ള രാജ്യങ്ങളുടെ ദ്രുതഗതിയിലുള്ള വികസനം, കാരണം കോടാനുകൂടി മനുഷ്യർ ഇവിടെ ഇല്ലേ. അതിപ്പോൾ നമ്മളിപ്പോൾ 7.58% വളർച്ചാ നിരക്ക് രേഖപ്പെടുന്നു. ചൈനയുടെ 5% അടുപ്പിച്ചാണ്. നമ്മുടെ വളർച്ചാ നിരക്ക് കുറച്ചുകൊണ്ടാണ് ഇപ്പോൾ റിസർവ് ബാങ്കിൻ്റെ കഴിഞ്ഞ അവലോകന റിപ്പോർട്ട് വന്നത്. അപ്പോൾ നമ്മുടെ വളർച്ചാ നിരക്ക് കുറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടാനുകൂടി മനുഷ്യർ പട്ടിണി കിടക്കുന്നതിൽ നിന്ന് ദാരിദ്ര്യത്തിലേക്ക് മുകളിലേക്ക് വരുന്ന പ്രക്രിയ തടയപ്പെടുന്നു എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് വലിയ ക്ഷീണം ചെയ്യും, ഏഷ്യൻ രാജ്യങ്ങൾക്ക് പൊതുവിലും. അപ്പോൾ ഈ ദിശയിൽ ഇപ്പോൾ നെഹ്റുവിൻ്റെ എല്ലാം കാലത്തൊക്കെ രൂപപ്പെട്ടതുപോലെ ഒരു ആഫ്രോ ഏഷ്യൻ ഗ്രൂപ്പിംഗ് എങ്കിലും ഇക്കാര്യത്തിലൊക്കെ രൂപപ്പെടേണ്ടതാണ്. ആ രീതിയിലുള്ള ഒരു ഡിപ്ലോമാറ്റിക് മാനുവർ എവിടെയും ഉണ്ടാകുന്നില്ല. അതാണ് ഇതിലിപ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പോൾ നേരത്തെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്, ഒരു അന്താരാഷ്ട്ര തലത്തിലുള്ളൊരു സംവിധാനം, ഒരു സമാധാനത്തിന് വേണ്ടിയുള്ള ഒരു സംവിധാനം ലോകത്ത് നിലവിലില്ല. ലോകത്തെ വൻശക്തികളിൽ ഇപ്പം റഷ്യ മറ്റൊരു യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്, യുക്രൈനുമായിട്ടുള്ളൊരു യുദ്ധം 1 വർഷത്തിലധികമായി തുടരുകയാണ്. ചൈന ഇതിൽ നിന്നെല്ലാം മാറി. ചൈന അവരുടെ സമ്പദ് വ്യവസ്ഥയിൽ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അവർ നിലനിൽക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ അവർ ഒരു ഗ്ലോബൽ പൊളിറ്റിക്സിലേക്ക് ഇടപെടാൻ അവർ തയ്യാറുമല്ല. പിന്നീടുണ്ടായിരുന്ന ഇന്ത്യയായിരുന്നു. ഇന്ത്യക്ക് അത്തരത്തിൽ ഒരു സന്നദ്ധത ഇന്ത്യ ഇപ്പോഴും പ്രകടിപ്പിക്കുന്നില്ല. അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക്, സാമ്പത്തിക താല്പര്യങ്ങൾക്ക് ഉൾപ്പെടെ വഴങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ത്യക്കുള്ളത്. പക്ഷേ മറുവശത്ത് പാകിസ്ഥാനാണ് ഒരു നെഗോഷിയേഷൻ ശ്രമിച്ചതെന്നുള്ളൊരു പ്രശ്നം കൂടിയാണ്. അതെ. അല്ല, അത് യഥാർത്ഥത്തിൽ ഗ്ലോബലൈസേഷൻ്റെ ഒരു അവസാനം കൂടിയാണ് ഈ ഗൾഫ് യുദ്ധം നമ്മുടെ മുന്നിൽ വയ്ക്കുന്നത്. അത് 2 തരത്തിലാണ് കാണേണ്ടത്. ഒന്ന്, ഈ ശീതയുദ്ധം അവസാനിച്ച സമയത്ത് വാഴ്സാ സഖ്യം പിരിച്ചുവിട്ടെങ്കിൽ നാറ്റോ കൂടുതൽ ശക്തമായി നിൽക്കുകയും വികസിക്കുകയും ചെയ്തു. ഇന്ന് യഥാർത്ഥത്തിൽ നാറ്റോ സഖ്യം, സൈനിക സഖ്യം അവിടെ ഉണ്ട് എങ്കിലും അതിൻ്റെ നട്ടെല്ലായിട്ടുള്ള അമേരിക്ക ഏറെക്കുറെ അതിൻ്റെ അകത്തുനിന്ന് പിൻവാങ്ങിയതോടുകൂടി പ്രായോഗികമായി അത് നിൽക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് യൂറോപ്പിന് സൈനിക കുട നൽകിയിരുന്നത് അമേരിക്കയായിരുന്നു, നാറ്റോ സഖ്യമാണെങ്കിലും. അപ്പോൾ അതിൻ്റെ പ്രത്യേകത ഇപ്പോൾ ആ രൂപത്തിൽ
യൂറോപ്പിന് സൈനിക കുട നൽകാൻ, സൈനിക സംരക്ഷണം നൽകാൻ പണം ചെലവഴിക്കേണ്ട എന്നതാണ് ട്രംപിൻ്റെ നിലപാട്. അപ്പോൾ യൂറോപ്പിന് ബദൽ അന്വേഷിക്കേണ്ട വന്നിരിക്കുന്നു. അപ്പോൾ ട്രംപിൻ്റെ നിർദ്ദേശപ്രകാരം നമ്മുടെ വാർഷിക ബജറ്റിൻ്റെ 5% എങ്കിലും പ്രതിരോധ ആവശ്യങ്ങൾക്ക് ചെലവഴിക്കണമെന്നാണ് പറയുന്നത്. ഇപ്പോൾ യൂറോപ്പിലെ പ്രധാന രാജ്യങ്ങൾക്കെല്ലാം 3% അടുപ്പിച്ചൊക്കെയാണ്. കാരണം അമേരിക്കയാണല്ലോ ഈ ആയുധ സന്നാഹമെല്ലാം ഒരുക്കുന്നത്. അമേരിക്കയാണ് മിസൈലുകൾ നിർമ്മിച്ച് അത് വിവിധ മേഖലകളിലായിട്ട് വിന്യസിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പിന്നെ പട്ടാളക്കാർ, അമേരിക്കൻ സൈനികർ ഇവിടെയൊക്കെയുണ്ട്, അമേരിക്കൻ താവളങ്ങളുണ്ട്. ഇതിനൊക്കെ വരുന്ന ചെലവുകളിൽ മഹാഭൂരിപക്ഷവും അമേരിക്കയുടെ നികുതിദായകരാണ് മീറ്റ് ചെയ്യുന്നത്. അതൊരു ഫാക്റ്റാണ്. മറ്റു രാജ്യങ്ങൾ സഹായിക്കുന്നില്ല എന്നുള്ളൊരു പരാതി പലവട്ടം ട്രംപ് പ്രകടിപ്പിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് ഈ യൂറോപ്പിൽ നിന്ന് മെല്ലെ ഈ നാറ്റോ സഖ്യം തന്നെ ഇറലവൻ്റ് ആകുന്ന നിലയിൽ ഉള്ള തീരുമാനം ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. അത് ഈ യുദ്ധം തുടങ്ങിയ സമയത്ത് വളരെ പ്രകടമാണ്. കാരണം ഇസ്രായേലും അമേരിക്കയും ഒഴികെ ഒരു രാജ്യങ്ങളും ഈ യുദ്ധത്തിലില്ല. നാറ്റോ സഖ്യം പൂർണ്ണമായും ഈ യുദ്ധത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ്. നാറ്റോ എന്ന് പറഞ്ഞാൽ പ്രധാനമായും യൂറോപ്പിലെ രാജ്യങ്ങളാണല്ലോ. അതിപ്പോൾ കിഴക്കൻ യൂറോപ്പിലെയും പടിഞ്ഞാറൻ യൂറോപ്പിലെയും വിവിധ രാജ്യങ്ങളായിട്ട് ഇതിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം യൂറോപ്യൻ രാജ്യങ്ങളാണ്. അപ്പോൾ യൂറോപ്പിലെ ഒരു രാജ്യങ്ങളും ഇതിൽ പങ്കെടുക്കുന്നില്ല എന്ന് മാത്രമല്ല, ഏറ്റവും ശക്തമായി ഈ ഇറാൻ ആക്രമണത്തെ വിമർശിക്കുന്നതും യൂറോപ്യൻ ശക്തികളാണ്. അതിൽ യൂറോപ്പിലുള്ള ഇടതുപക്ഷം വലതുപക്ഷം എന്ന ഭേദം പോലുമില്ല. അവിടെ പെട്രോ സാഞ്ചസ് എന്ന് പറയുന്ന സ്പെയിൻ്റെ സോഷ്യലിസ്റ്റ് പ്രസിഡന്റ് ശക്തമായി വിമർശിച്ചു എന്ന് മാത്രമല്ല, യുദ്ധവിമാനം ഇറക്കാനുള്ള വ്യോമപാത പോലും നൽകിയില്ല. അതേസമയം വലതുപക്ഷത്തുള്ള ഫാസിസ്റ്റ് ആണ് എന്ന് സ്വയം പ്രഖ്യാപിക്കുകയും മുസോളിനിയെ ആരാധിക്കുകയൊക്കെ ചെയ്യുന്ന ബ്രദേഴ്സ് ഓഫ് ഇറ്റലി പാർട്ടിയുടെ നേതാവാണ് ഇറ്റലിയിലെ ജോർജിയ മെലോണിയും ശക്തമായ അമേരിക്കയ്ക്കെതിരാണ്, ഈ യുദ്ധത്തിനെതിരാണ്. ജർമ്മനിയാണ് മറ്റൊരു പ്രധാനപ്പെട്ട രാജ്യം. ജർമ്മനിയിലെ ചാൻസലർ മെർസ് അദ്ദേഹം പറഞ്ഞു, ഇത് അമേരിക്ക കാണിച്ച വിഡ്ഢിത്തമാണ്, നാറ്റോയായിട്ട് ആലോചിച്ചില്ല, അമേരിക്കയ്ക്ക് എക്സിറ്റ് പ്ലാനില്ല തുടങ്ങിയ കഠിനമായ വിമർശനമാണ് അവർ മുന്നോട്ട് വെച്ചത്. ഫ്രാൻസും ബ്രിട്ടനും ചേർന്ന് അവരുടേതായിട്ടുള്ള ഒരു പ്ലാൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മുന്നോട്ട് വയ്ക്കുകയാണ്. ഇങ്ങനെ ഈ യൂറോപ്യൻ ഫീൽഡിൽ നിന്ന് ഏറെക്കുറെ അമേരിക്ക പിൻവാങ്ങുന്നൊരവസ്ഥ ഇപ്പോൾ നിലവിലുണ്ട്. ഇപ്പോൾ ഈ ആക്രമണം തുടരാനായി ട്രംപ് പറയുന്നൊരു കാര്യം, ഇറാൻ ഇപ്പോഴും വഴങ്ങുന്നില്ല, നെഗോഷിയേഷൻസിന് ഇപ്പോഴും വഴങ്ങുന്നില്ല. അവർ ഇത്രയും നെഗോഷിയേഷൻസ് നടത്തിയിട്ടും ഇറാൻ വഴങ്ങുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും ആക്രമണം നടത്തി അവർ സമ്മർദ്ദത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ചർച്ചകളിലൂടെ പരിഹരിക്കുകയല്ല, ആക്രമിച്ച് പരിഹരിക്കുക. സ്വാഭാവികമായിട്ടും ഇറാൻ തിരിച്ചടിക്കുന്നു. ഇസ്രായേൽ മറുവശത്ത് ലെബനനെതിരെ ആക്രമണം നടത്തുന്നു. ഇങ്ങനെ ഈ സംഘർഷം ഇങ്ങനെ സങ്കീർണമായൊരു സ്ഥിതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അതെ. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇനി ഇത് കൂടുതൽ നഷ്ടപ്പെടാനൊന്നുമില്ല. ഇനി ആ രാജ്യം എന്തിനു തലകുലിക്കണം? കാരണം അവർ എത്രയോ വർഷങ്ങളായി സമ്പൂർണ്ണ ഉപരോധത്തെ അഭിമുഖീകരിക്കുകയാണ്. ആ ഉപരോധം ഇപ്പോഴും ഉണ്ട്. ആ ഉപരോധത്തിന് അപ്പുറത്തേക്കായിട്ട് പുതിയതെന്താ, കുറേ ബോംബിട്ട് തകർത്തല്ലേ ഉള്ളൂ. അതവർ റീകൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാത്രമല്ല, അവരുടെ പരമോന്നത നേതാവ് എന്തൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും അദ്ദേഹത്തെ കൊലപ്പെടുത്തി. അതിൻ്റെ സ്വാഭാവിക പ്രതികാരമുണ്ട്. അപ്പോൾ ആ ജനതയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു നാഷണലിസ്റ്റ് പെർസ്പെക്റ്റീവിൽ നമ്മൾ നോക്കുമ്പോൾ അവർക്ക് നഷ്ടപ്പെടാവുന്നതിൻ്റെ പരമാവധി നഷ്ടപ്പെട്ട് കഴിഞ്ഞു. ഇനി അവരുടെ കയ്യിലുള്ള തുരുപ്പ് ചീട്ട് ഈ ഹോർമൂസ് കടലിടുക്കിൻ്റെ മേലെയുള്ള നിയന്ത്രണമാണ്. ആ നിയന്ത്രണം അവർ ശക്തമായി അവർ കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുക. ഇനി ആ നിയന്ത്രണം അവസാനിച്ച് ഹോർമൂസ് കടലുകൾക്ക് പൂർണ്ണമായി തുറന്നു കൊടുക്കാൻ തയ്യാറാണ്. പക്ഷേ യുദ്ധത്തിൻ്റെ ഭാഗമായി ഞങ്ങൾക്കുണ്ടായ നഷ്ടം നികത്തണം. അതുപോലെ ഫ്രോസൺ അസറ്റ്സ്, ഇറാൻ്റെ ഫ്രോസൺ അസറ്റ്സ് ഉണ്ട്, അവരുടെ സമ്പത്ത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ, അതെല്ലാം അവർക്ക് തിരിച്ചു കൊടുക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള ലളിതമായ ആവശ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അത് അംഗീകരിക്കാൻ തയ്യാറല്ല എങ്കിൽ ഇതിങ്ങനെ തുടർന്നോട്ടെ എന്നുള്ളതാണ് അവർ സ്വീകരിക്കുന്നൊരു നിലപാട്. ഇത് ഈ ഒരു സംഗതി വരുമ്പോൾ തന്നെ ഈ ഗ്ലോബലൈസേഷൻ്റെ അവസാനം എന്ന് പറയാനായിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമുള്ളത് ഈ ഇൻ്റർനാഷണൽ മാരിടൈം ചോക്ക് പോയിൻറ്റ്സ് ആണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഗ്ലോബലൈസേഷനെ മുന്നോട്ട് നയിക്കുന്ന ഘടകം തന്നെ ഈ സപ്ലൈ ചെയിൻസ് ആണ്. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും അനുസ്യൂതമായ പ്രവാഹം അത് ആകാശത്തിലൂടെയും കരയിലൂടെയും കടലിലൂടെയും. അപ്പോൾ ആളുകളും ചരക്കുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകിയാലല്ലേ ആഗോളവൽക്കരണമുള്ളൂ. ഇപ്പം ഇതിൽ
ഏറ്റവും അധികം എനിക്ക് തോന്നുന്നു 80% വരുന്ന ഈ കമ്മോഡിറ്റീസ് അത് കടൽ മാർഗമാണ് കൊണ്ടുപോകുന്നത്. കരയിലൂടെയും വ്യോമമാർഗവുമുള്ള സാധനങ്ങളുടെ കൈമാറ്റത്തിന് തുച്ഛമാണ് കടലിലൂടെയുള്ള ചരക്ക് ഗതാഗതം പരിഗണിക്കുമ്പോൾ. അതിൽ ഈ മരീടൈം ചോക്ക് പോയിൻറ്റുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഉദാഹരണമായിട്ട് അറ്റ്ലാന്റിക് കടലിനെയും പസഫിക് ഓഷനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പനാമ കനാൽ വളരെ പ്രധാനപ്പെട്ടതാണ്. മധ്യധരണ്യാഴിയെയും അറ്റ്ലാന്റിക് കടലിനെയും തമ്മിൽ യോജിപ്പിക്കുന്ന ജിബ്രാൾട്ടർ കടലിടുക്ക്. പിന്നെ റെഡ് സീ കഴിഞ്ഞിട്ട് ദി സ്ട്രെയ്റ്റ് ഓഫ് ഗ്രീഫ് എന്ന് പറയുന്ന, അതായത് ഏദൻ കടലിലേക്ക് കടക്കുന്ന ഒരു ചോക്ക് പോയിൻ്റ് ഉണ്ട്. ആകെ 20 ചില സ്ഥലങ്ങളിൽ അതിന് 16 കിലോമീറ്ററൊക്കെ അതിന് വീതിയുള്ളൂ. മറ്റൊന്നാണ് ഗൾഫ്, അതായത് പേർഷ്യൻ ഗൾഫിനെയും അല്ലെങ്കിൽ അറബ് ഗൾഫിനെയും ഗൾഫ് ഓഫ് ഒമാനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഹോർമുസ് കടലിടുക്ക്. ഇതിനേക്കാളൊക്കെ അതിപ്രധാനമാണ് മലാക്ക സ്ട്രെയ്റ്റ്. ലോകത്തിലെ ഈ കപ്പൽ ചരക്ക് ഗതാഗതത്തിന് 40% കടന്നു പോകുന്നത് അതിലെയാണ്. ഈ മലാക്ക സ്ട്രെയ്റ്റ്, സിംഗപ്പൂർ സ്ട്രെയ്റ്റ് കടന്നിട്ടാണ് സൗത്ത് ചൈന സീയിലേക്ക് പോകുന്നത്. അപ്പോൾ അതുപോലെ സൂയിസ് കനാൽ വളരെ പ്രധാനപ്പെട്ടതാണ്. മധ്യധരണ്യാഴിയും റെഡ് സീയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സൂയിസ് കനാൽ. ഇതിനു പുറമെ ചെങ്കടലിനെയും ഈജിയൻ കടലിനെയും ബന്ധിപ്പിക്കുന്ന കടലിടുക്ക്. ഈ കടലിടുക്കുകളെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം ഇത് ഹോർമൂസ് കടലിടുക്ക് നാഷണലൈസ് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യം പോയാൽ സ്ഥിതി മാറും. അപ്പോൾ ഈ മാരിടൈം ചോക്ക് പോയിൻറ്റ്സിൽ ഏറ്റവും ഇപ്പോൾ പനാമയും സൂയിസ് കനാലും മേൻമെയ്ഡ് ആയതുകൊണ്ടാണ് അവിടെ അതാത് രാജ്യങ്ങൾ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ടാണ് ഈജിപ്തിന് സൂയിസ് കനാലിൽ ചുങ്കം പിരിക്കാനും പനാമ രാജ്യത്തിന് പനാമ കനാലിൽ ചുങ്കം പിരിക്കാനൊക്കെ കഴിയുന്നത് അതുകൊണ്ടാണ്. പക്ഷേ ബാക്കിയുള്ളതെല്ലാം സ്വാഭാവികമായ അവിടെ ഇൻ്റർനാഷണൽ ലോ അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ് ഒരു കൺസെൻസസ്. അപ്പോൾ സ്വാഭാവികമായ ഒരു കപ്പൽ പാത ആയിട്ടുള്ള ഹോർമൂസ് ഇറാൻ നിയന്ത്രിക്കുകയും അത് നാഷണലൈസ് ചെയ്യുകയും ചെയ്യുമ്പോൾ സമാനമായ പ്രശ്നം ലോകത്തിലെടുത്തും വരും. അപ്പോൾ അത് ഇൻ്റർനാഷണലിസത്തിന് തന്നെ അവസാനമാകും. അപ്പോൾ അതുകൊണ്ട് ഈ ഹോർമൂസ് കടലിടുക്ക് തുറക്കുക എന്ന പ്രശ്നത്തെ ഹോർമൂസ് കടലിടുക്കിൻ്റെ മാത്രം പ്രശ്നമായിട്ട് കണക്കാക്കാൻ പറ്റില്ല. അത് ഇൻ്റർനാഷണൽ സപ്ലൈ ചെയിൻ്റെ പ്രശ്നമാണ്. മാത്രമല്ല ഇത് 10,000 അല്ലെങ്കിൽ 4,000 വർഷങ്ങളുടെ പഴക്കമുള്ള ഇൻ്റർനാഷണൽ ഹൈവേ ആണ്. ഈ സീബോൺ ഹൈവേ, കടൽ മാർഗമുള്ള ഇൻ്റർനാഷണൽ ഹൈവേ ആണ്. അത് മറ്റേ മൗര്യന്മാരുടെ കാലത്തും ഗുപ്തന്മാരുടെ കാലത്തും ചോളന്മാരുടെ കാലത്തും ഫറവോയുടെ കാലത്തൊക്കെ ഉള്ള റൂട്ടാണ്. അത്രയും പഴക്കമുള്ള ഒരു മരിടൈം ട്രേഡ് റൂട്ടാണ് തകരാൻ പോകുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് ഇതിൻ്റെ ഒരു പ്രാധാന്യം മറ്റ് രാജ്യങ്ങൾ വേണ്ടത്ര ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളതാണ്. അതിൽ കുറച്ചുകൂടെ പ്രൊആക്റ്റീവായിട്ട് ചൈനയും ജപ്പാനും ഇന്ത്യയും ഒക്കെ ഇടപെടണം. ചൈനയ്ക്ക് പിന്നെ ചൈനയുടേതായ താല്പര്യമുണ്ട്. ജപ്പാൻ്റെ ഒന്നും ശബ്ദമേ കേൾക്കുന്നില്ല. റഷ്യ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവർ ഉക്രൈൻ യുദ്ധത്തിൽ കെട്ടപ്പെട്ട് കിടക്കുകയാണ്. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി മാറി. ഇപ്പോൾ അവർ ഏറെക്കുറെ ഉക്രൈൻ പരാജയപ്പെടുന്ന നിലയിലേക്ക് മാറി. അപ്പോൾ ഇത് യുക്രൈൻ്റെ കാര്യം പറഞ്ഞപ്പോൾ യുക്രൈൻ ശരിക്കും പെട്ടത് അമേരിക്കയുടെ ശക്തിയിൽ വിശ്വസിച്ചുകൊണ്ടായിരുന്നു റഷ്യയുമായിട്ട് യുദ്ധം ചെയ്യാൻ പോയത്. അപ്പോൾ അത് തകർന്ന് തരിപ്പണമാകുന്നൊരവസ്ഥയിലേക്ക് എത്തി. ഈ ഒരു ഭയം ഈ നാറ്റോ രാജ്യങ്ങൾക്ക് ഉണ്ടെന്ന് തോന്നുന്നു. അമേരിക്കയെ വിശ്വസിച്ചാൽ ഇതായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്നുള്ളൊരു ഭയമുണ്ടെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും അതെ. അത് ഈ 2008 കൂടിയാണ് റഷ്യ അതിൻ്റെ വിശ്വരൂപം കാണിക്കുന്നത്. ശീതയുദ്ധാനന്തരം തകർന്നടിഞ്ഞൊരു രാജ്യമായിരുന്നു, സാമ്പത്തികമായിട്ടും സൈനികമായിട്ടും. അപ്പോൾ 1999 പുടിൻ അവിടെ അധികാരത്തിൽ വരുന്നത്. ബോറിസ് യെൽട്സിൻ്റെ കാലം എന്നത് പൂർണ്ണമായി അമേരിക്കൻ നിഴലിലായിരുന്നു. റഷ്യ തകർന്നടിഞ്ഞ ഒരു രാജ്യം, പൂർണ്ണമായ അരാജകത്വവും സാമ്പത്തിക തകർച്ച. അവിടുന്ന് ആയുധങ്ങളും മിസൈലുകളൊക്കെ ആക്രി തൂക്കി വയ്ക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഏറ്റവും അധികം പ്രോസ്റ്റിറ്റ്യൂട്ട്സ് വന്നത് അക്കാലത്ത് റഷ്യൻ സ്ത്രീകളാണ്. ഒന്ന് ആലോചിച്ചത്. ലോകത്തിലെ ഏറ്റവും ബഹുമാനിക്കപ്പെട്ടൊരു രാജ്യത്തിൻ്റെ പതനം അത് മൂന്നാം ലോക രാജ്യത്തേക്കാൾ താഴേക്ക് പോയി. എന്നാൽ പുടിൻ അവിടെ വന്നതോടുകൂടി 1999 ശേഷം പടിപടിയായി അവർ ശക്തിപ്പെട്ടു. വളരെ പെട്ടെന്ന് അവർ മിലിറ്ററി ശക്തിപ്പെട്ടു. അപ്പം 2008 അവർ ജോർജിയയിൽ ഇടപെടുന്നത്. ജോർജിയ അമേരിക്കൻ പക്ഷത്തേക്ക് പോയപ്പോൾ അവർ ഇടപെട്ടു. ജോർജിയയുടെ ഒരു ഭാഗം റഷ്യയോട്, അങ്ങനെ കിഴക്കൻ ഓസ്ട്രേഷ്യ എന്ന് പറയുന്ന പ്രദേശം റഷ്യയോട് ചേർത്തു. 2014 അവർ ക്രീമിയെ പിടിച്ചെടുത്തു. ക്രീമിയ അവരുടെ ഭാഗമാക്കി മാറ്റി. അപ്പോൾ റഷ്യ സൈനികമായി ശാക്തീകരിക്കപ്പെട്ടു, ഇപ്പോൾ സാമ്പത്തികമായി ശാക്തീകരിക്കപ്പെട്ടു. ഇപ്പോൾ 2022 ഉക്രൈൻ യുദ്ധം ആരംഭത്തിന് ശേഷം അമേരിക്ക സമ്പൂർണ്ണ ഉപരോധം ഏർപ്പെടുത്തിയത് ഫലിക്കുന്നില്ല. ആ ഉപരോധത്തെ വളരെ ലളിതമായിട്ട് അവർക്ക് അതിജീവിക്കാൻ കഴിഞ്ഞു. റഷ്യയുടെ പ്രത്യേകത എന്താ വെച്ചാൽ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യം, പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നമായ രാജ്യം റഷ്യയാണ്.
അവരുടെ പ്രകൃതി വിഭവങ്ങളുടെ മൂല്യം ഏകദേശം 75 ട്രില്യനാണ്. അമേരിക്കയുടേത് 45 ട്രില്യനേ വരുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ അൺടാപ്ഡ് ആയിട്ടുള്ള വലിയ പ്രകൃതി വിഭവങ്ങളുടെ മഹാശേഖരമുള്ള ഒരു രാജ്യമാണ് റഷ്യ. ആ റഷ്യ പൂർണ്ണമായും തിരിച്ചു വന്നത് മാത്രമല്ല, അവരുടെ വലിയ രൂപത്തിലുള്ള ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻ്റ് ഉണ്ടാക്കി. അവരുടെ ഒറഷ്നിക് പോലെയുള്ള മിസൈലുകൾ ലോകത്തിൽ ഇപ്പോഴുള്ള ഒരു മിസൈൽ വേദ സംവിധാനത്തിനും തകർക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ യുക്രൈനിൽ റഷ്യ നടത്തിക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇതുവരെയുള്ള ഒരു ഫ്രണ്ട്ലി ഫയറാണ്. റഷ്യയുടെ ശേഷിയൊന്നും അവിടെ വേണ്ടത്ര അവർ പ്രയോഗിച്ചിട്ടില്ല, ആവശ്യം വന്നില്ല. അതുകൊണ്ട് പല കാരണങ്ങളുണ്ട്. കാരണം സാംസ്കാരികമായ ഒരു ജനതയാണ് അവർ, മതപരമായിട്ട് തന്നെ ഈ റഷ്യൻ ഓർത്തഡോക്സ് ചർച്ചാണ് ഇതിൻ്റെ എല്ലാം. അപ്പോൾ അങ്ങനെയുള്ള ഘടകങ്ങൾ കൊണ്ടാണ് അവർ ആ ഫുൾ അവരുടെ പ്രഹരശേഷിയുടെ ഒരു ചെറിയ ശതമാനമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അതിൽ തന്നെ ഉക്രൈൻ നാറ്റോ യുദ്ധമാണ് യഥാർത്ഥത്തിൽ നടന്നത്. അല്ല, ഉക്രൈൻ നാറ്റോയും ചേർന്നാണ് റഷ്യക്കെതിരെ. യഥാർത്ഥത്തിൽ നമ്മൾ ഉക്രൈൻ റഷ്യ യുദ്ധം എന്ന് പറയുമെങ്കിലും അത് റഷ്യ നാറ്റോ യുദ്ധമായിരുന്നു. അപ്പോൾ സെലൻസ്കി വിചാരിച്ചത് ഈ നാറ്റോയും അമേരിക്കയും എല്ലാം ചേർന്നിട്ട് റഷ്യയെ തകർക്കുന്ന ആളാണ്. പക്ഷേ റഷ്യയെ തകർക്കാൻ ഒരു ശക്തിക്കും പറ്റില്ല. അത് അവരുടെ സ്ട്രാറ്റജിക് ലൊക്കേഷൻ്റെ പ്രത്യേകത കൊണ്ടാണ്. ഇപ്പോഴാകട്ടെ റഷ്യൻ ഡ്രോണുകൾ ഇപ്പോൾ ഉക്രൈൻ അതിർത്തിയെ കടന്ന് കിഴക്കൻ യൂറോപ്പിലേക്കും നാറ്റോ രാജ്യങ്ങളിലേക്കൊക്കെ പോകാൻ തുടങ്ങി. ഫിൻലൻഡ് അടക്കം നോർഡിക് രാജ്യങ്ങൾ റഷ്യയുടെ സൈനിക പ്രഹരത്തിൻ്റെ ചൂട് അറിഞ്ഞു വരുന്നുണ്ട്. കാരണം റഷ്യയ്ക്ക് അത് ചെയ്യാൻ സാധിക്കും. ഇനി സർവ്വസന്നാഹങ്ങളോടും കൂടി അമേരിക്ക യൂറോപ്പിൽ ഇറങ്ങിയാലും റഷ്യയുടെ ഒരു മുന്നേറ്റത്തെ തടയാൻ സാധിക്കില്ല. അപ്പോഴാണ് റഷ്യയും ചൈനയും തമ്മിൽ രൂപപ്പെട്ട അഭൂതപൂർവമായിട്ടുള്ള ഒരു സഖ്യം അതും പ്രസക്തമാകുന്നത്. ഇതെല്ലാം കൂടെ നോക്കുമ്പോൾ ഉക്രൈൻ യുദ്ധത്തിൽ ഇപ്പോൾ റഷ്യ വിജയത്തിലേക്ക് പോവുകയാണ്. സെലൻസ്കി ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ പുടിൻ പറഞ്ഞപ്പോൾ തൽക്കാലം ചർച്ചയ്ക്കില്ല എന്ന് സുവ്യക്തമാക്കുകയും ചെയ്തു. അതുകൊണ്ട് ആ യുദ്ധം മുന്നണി ഏറെക്കുറെ പരിമിതമായ ചില ഡ്രോൺ ആക്രമണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. റഷ്യ നിലവിൽ പിടിച്ചെടുത്ത ഭൂമി, അവരുടെ പ്രദേശങ്ങൾ, അവിടെ അവരുടെ പൂർണ്ണമായി സൈനിക സാന്നിധ്യം ഉറപ്പിച്ച് അത് സ്ഥിരീകരിക്കും. അത് റഷ്യയുടെ ഭാഗമായി മാറും. അങ്ങനെ ആ യുദ്ധമേഖലയും കുറച്ചു കാലം കൂടി നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ശീതയുദ്ധം നിൽക്കാൻ സാധ്യതയുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ചെറിയ മൈനർ സ്കിർമിഷസ് ഒക്കെ ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള ഒരു ബന്ധത്തിലേക്ക്, അത് തന്നെ സംഘർഷഭരിതമാണ്, അതിലേക്ക് അമേരിക്കയുടെ മേധാവിത്വം ചുരുങ്ങുന്നു എന്നുള്ളതാണ് ഇറാൻ യുദ്ധം കാണിച്ചു വരുന്നൊരു വലിയ സംഗതി. അതും ശരിയാണ്. അപ്പോൾ അതിലേക്ക് അമേരിക്ക നേരത്തെ പറഞ്ഞതുപോലെ ഗ്ലോബലൈസേഷൻ്റെ ഒരു അവസാനം എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഒരു സങ്കല്പമായിരുന്നു ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൻ്റെ ഒരു വലിയ എക്സ്പാൻഷൻ, അമേരിക്കനൈസേഷൻ. അപ്പോൾ അതിൻ്റെ എൻഡ് എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ കൂടി ഒരു പതനമെന്ന് പറയാൻ കഴിയില്ല എങ്കിൽ പോലും അമേരിക്കയുടെ ഒരു കീഴേക്കുള്ള ഒരു തകർച്ചയുടെ ഒരു ലക്ഷണം കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഇറാനെ പോലുള്ള രാജ്യത്തെ ഇസ്രായേലും അമേരിക്കയും ചേർന്നിട്ട് അവരെ ഒരു കരാറിലേക്ക് എത്തിക്കാൻ കഴിയുന്നില്ല ഇപ്പോഴും. അപ്പോൾ അവരുടെ ശക്തി ചോർന്നിരിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഇറാൻ യുദ്ധം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അതെ. അതിൽ നമ്മൾ മലയാളത്തിൽ ഈ വിളക്കിനെ കുറിച്ച് പറയുമല്ലോ, അത് തിരി കെടാൻ പോകുന്ന സമയത്തൊന്ന് ആളിക്കത്തെന്ന് പറയും. ഇതിപ്പോൾ അമേരിക്കയുടെ ഒരു ആളിക്കത്തലാണ് ഈ കാണുന്നത്. ആളിക്കത്തലാണ് മറ്റേ വെനസ്വേലയിലും ക്യൂബയ്ക്ക് നേരെയും ഗ്രീൻലാൻഡിനെതിരെയൊക്കെ ശ്രമിച്ചത് ഒക്കെ അവർ വരുന്നത്. അതിലിപ്പോൾ ഒബാമയുടെ കാലത്ത് അവരൊരു ലിബറൽ ഹെജിമൺ എന്ന പൊസിഷനായിരുന്നു. എന്ന് വെച്ചാൽ തൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് കൂടി മാന്യതയും നന്മയും പുരോഗതിയും ഒക്കെ ഉണ്ടാവണം, എന്നാൽ ഞാൻ നിങ്ങളുടെ അതീശ ശക്തിയാണ്. അത് വലിയ കുഴപ്പമില്ലാത്തൊരു അവസ്ഥയാണ്. ലിബറൽ ഹെജിമണാണ്. 2016 ട്രംപ് വന്നതോടുകൂടി അത് ഒരു ഇല്ലിബറൽ ഹെജിമൺ എന്ന നിലയിലായി. എന്ന് വെച്ചാൽ നമ്മളത്ര ലിബറല്ല, ഞാൻ പറയുന്ന മര്യാദയ്ക്ക് കേട്ടോണം എന്നുള്ള നിലയിലായി. എന്നാൽ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ വരവ് 2025 ജനുവരി 20 എന്നാണ് അദ്ദേഹം ഓവൽ ഓഫീസിൽ പ്രവേശിക്കുന്നത്. ഇപ്പോൾ ഈ ആളിക്കത്തലാണ്, പ്രെഡേറ്ററി ഹെജിമനാണ്, എരപിഡിയൻ അതീശ ശക്തി. അതിൻ്റെ ആ രീതിയിലാണത് അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ പെരുമാറുന്നത്. അത് അവസാനമാണ്. ദാറ്റ് ഈസ് ദ എൻഡ്. ഈ ഗെയിം ഏറെക്കുറെ കാരണം മറ്റ് രാജ്യങ്ങളൊന്നും ഈ അമേരിക്കയ്ക്ക് ആ രൂപത്തിലൊരു പ്രെഡേറ്ററി ഹെജിമനായി നിൽക്കണമെങ്കിൽ ചുറ്റുവട്ടമുള്ളവരെല്ലാം എത്യോപ്യയും മറ്റേ എന്താ പറയുക വെനിസ്വേലയൊക്കെ ആവണം. അങ്ങനെയല്ല. ലോകത്തിൽ അസാമാന്യമായ ശക്തിയുള്ള എത്രയോ രാജ്യങ്ങളുണ്ടായി, ബ്രിക്സ് രാജ്യങ്ങൾ, അതുപോലെ ഗൾഫ് രാജ്യങ്ങൾ പോലും. അപ്പം അങ്ങനെയുള്ള ഒരു ലോകത്ത് ഈ അടിമ ഉടമ ബന്ധത്തിൽ ഒരു വിദേശ നയം കൊണ്ടുപോകാൻ സാധിക്കുമോ? അത് കൊണ്ടുപോകാൻ അമേരിക്ക ശ്രമിക്കുന്നുള്ളിടത്താണ് പരാജയം.
ഇനി ഈ സംഘർഷത്തിന് വേറൊരു പശ്ചാത്തലം എടുത്താൽ നമ്മളൊരു ഇസ്രായേൽ പെർസ്പെക്റ്റീവിൽ നോക്കിക്കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇതുകൊണ്ട് ഗുണം ഇസ്രായേലിന് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇസ്രായേലിന് ഗുണമുണ്ടായി എന്നുള്ളത് വളരെ പ്രസക്തമാണ്. കാരണം എന്താ വെച്ചാൽ അവരുടെ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കിയാൽ ഒക്ടോബർ 7, 2023 ഹമാസിൻ്റെ ആക്രമണം, അതിനെ നമ്മൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ അതൊരു ഇറാൻ ആക്രമണമായിരുന്നു. അതാണ് അതിൻ്റെ ഏറ്റവും ലളിതമായ വാസ്തവം. കാരണം ഇറാൻ്റെ IRGC ഇപ്പം അമേരിക്ക സിറിയയിൽ മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെടുത്തിയ ഖാസിം സുലൈമാനി IRGCയുടെ നേതാവായിരുന്നു. ഖാസിം സുലൈമാനിയാണ് യഥാർത്ഥത്തിൽ ഇന്ന് കാണുന്ന ഹമാസിൻ്റെ പരിശീലനവും ട്രെയിനിങ്ങും ഒക്കെ ഓർഗനൈസ് ചെയ്ത് മാറ്റിയത്. അദ്ദേഹമാണ് ലോകത്തിലെ ഏറ്റവും വലിയ നോൺ സ്റ്റേറ്റ് ആക്ടറായിട്ടുള്ള ഹെസ്ബുള്ളയ്ക്ക് ഹസൻ നസറുള്ളയുടെ നേതൃത്വത്തിൽ 32 വർഷമാണ് അദ്ദേഹം ആ പ്രസ്ഥാനത്തെ നയിച്ചത്. 100,000-ഓളം സായുധ പോരാളികളുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഒരു സൈനിക ദളമാണ്. അതേസമയം അതൊരു രാഷ്ട്രമല്ല, ഒരു രാഷ്ട്രത്തിൻ്റെ പ്രദേശങ്ങൾ അവരുടെ കസ്റ്റഡിയിലുണ്ട്. സദേൺ ലെബനനാണ് അവരുടെ കയ്യിലുള്ളത്. അപ്പോൾ ഇതിനെല്ലാം ഉണ്ടാക്കിയെടുത്തതിൻ്റെ പിന്നിലുള്ള മാസ്റ്റർ മൈൻഡ് ഈ സുലൈമാനിയായിരുന്നു. ഇതിൻ്റെ കൂടെയാണ് ഹൂത്തികളും റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞ 1,000 ഷിയ മിലീഷ്യകൾ. അതിനു പുറമെയാണ് ഈ പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ്, ഹമാസ് പോലെയുള്ള സുന്നി സായുധ സംഘങ്ങൾ കൂടി ഇറാൻ്റെ നിയന്ത്രണത്തിൽ വന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഇറാനും അതിൻ്റെ പ്രോക്സികളും ചേർന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ശക്തമായ ആവരണമാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിനെതിരായിട്ട് വളരെ കൃത്യതയോടുകൂടി ഒരു ആക്രമണം നടത്താൻ ഹമാസിനെ സഹായിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഇറാനെ ആക്രമിക്കുക എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ്. ഇറാനെ ആക്രമിക്കാതെ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അത് വളരെ ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് കഴിയുമായിരുന്നില്ല. ഇപ്പം നമ്മൾ ഇന്ത്യയിലേക്ക് ലഷ്കർ ഇ തൊയ്ബയോ അല്ലെങ്കിൽ ഹിസ്ബുൾ മുജാഹിദിനോ വരുമ്പോൾ നമ്മൾ പാകിസ്ഥാനിൽ പോയി ബോംബിടുന്നില്ലേ? ഇതേ സംഗതി തന്നെയാണ്. അപ്പോൾ ഇറാനെ അങ്ങോട്ട് പോയി അറ്റാക്ക് ചെയ്യാനുള്ള ശേഷിയില്ലാത്തതുകൊണ്ട് നെതന്യാഹു ട്രംപ് വഴി ഇറാനിലെത്തി എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ അങ്കമാലി ഫോർ കാലടി എന്നുള്ളതായിരുന്നു. അതിൽ നെതന്യാഹുവിനെ നമ്മൾ അഭിനന്ദിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ഇയാൾ ട്രംപിനെ കൊണ്ട് ഈ പണിയൊക്കെ ചെയ്യിച്ചല്ലോ. അമേരിക്ക പോലുള്ളൊരു വൻശക്തിയെ ഈ യുദ്ധത്തിലേക്ക് ഡ്രാഗ് ചെയ്യാൻ അവർക്ക് പറ്റി. അതും 2 തവണയാണ്. ആദ്യത്തിൽ 12 ദിന യുദ്ധം. 12 ദിന യുദ്ധത്തിൽ ഫോർദോയും തദാലടക്കമുള്ള ഭൂഗർഭ ആണവ നിലയങ്ങളെയൊക്കെ അമേരിക്കയുടെ B-2 ബോംബറെ കൊണ്ടുവന്ന് ക്ലസ്റ്റർ ബോംബ് ചെയ്യിക്കാൻ പറ്റി. ഈ പണം മുഴുവൻ അമേരിക്കയുടെ ആണല്ലോ, ഇസ്രായേലിൻ്റെ അല്ല. അപ്പോൾ ഇതിപ്പോൾ രണ്ടാമത് ഏകദേശം അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു ധാരണയിലെത്തും എന്ന് പ്രതീക്ഷിച്ച ഘട്ടത്തിൽ കഴിഞ്ഞ ഫെബ്രുവരി 28 നേരെ ഇറാനെ ആക്രമിച്ചു. അമേരിക്കനെ വീണ്ടും രണ്ടാമത് യുദ്ധത്തിലേക്ക് കൊണ്ടുവന്നു. ഇപ്പോൾ 100 ദിവസം കഴിഞ്ഞു യുദ്ധം. 100 ദിവസം കഴിഞ്ഞു. അപ്പോൾ ഇതിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു പ്രതികാരം അത് സാധിച്ചു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഹിസ്ബുള്ളയായിരുന്നു. ഹിസ്ബുള്ളനെ ഏറെക്കുറെ ദുർബലപ്പെടുത്താൻ അവർക്ക് സാധിച്ചു. ഇപ്പോഴാണെങ്കിൽ ലിതാനി നദിയും കഴിഞ്ഞ് അപ്പുറത്തേക്കുള്ള പ്രദേശങ്ങൾ മുഴുവനും ഇസ്രായേലിൻ്റെ കയ്യിലായി. അമേരിക്കയും ഇറാനും തമ്മിൽ ഗൾഫിൽ സംഘർഷത്തിൽ ഏർപ്പെടുമ്പോൾ ഇസ്രായേൽ മുഴുവനും ചെയ്തത് എന്താ? ആ സദേൺ ലെബനൻ മുഴുവനും തകർത്ത് തരിപ്പണമാക്കി. അവിടെയുള്ള ഗ്രാമങ്ങൾ മുഴുവനും ഇല്ലാതാക്കി. അത് മുഴുവനും പിടിച്ചെടുത്ത് അവർ ലിതാനി റിവറും കടന്ന് ആ പ്രദേശത്ത് അവർക്ക് ആധിപത്യം ഉറപ്പിച്ചു. അവർ പലസ്തീനിലും അവരുടെ അധിനിവേശം തുടരുക തന്നെയാണ്. അവരിപ്പം വെടിനിർത്തലുണ്ടെങ്കിലും പ്രദേശങ്ങൾ അവരുടെ കൈവശപ്പെടുത്തി എന്നുള്ളൊരു ഇതുണ്ട്. കൈവശപ്പെടുത്തിയെന്ന് മാത്രമല്ല, കൂടുതൽ പ്രദേശങ്ങൾ അവർ ഇപ്പം ഗസയിൽ തന്നെ ഏകദേശം 40% പ്രദേശം മാത്രമാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഫലസ്തീനികളുടെ കയ്യിലുള്ളത്. ബാക്കി പ്രദേശങ്ങളൊക്കെ ബഫർ സോണായിട്ടും ഇസ്രായേലി സൈന്യത്തിൻ്റെ IDFൻ്റെ സമ്പൂർണ്ണ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളുമാക്കി മാറ്റി. അപ്പം ഇസ്രായേലിൻ്റെ മനുഷ്യത്വ വിരുദ്ധമായ നടപടികളെ എല്ലാം വിമർശിക്കുമ്പോൾ തന്നെ ഇസ്രായേലിൻ്റെ ഒരു മുന്നേറ്റം, ആ ഒരു രാജ്യം എന്ന നിലയിൽ ഒരു ഇസ്രായേലിൻ്റെ പെർസ്പെക്റ്റീവിൽ നോക്കുവാണെങ്കിൽ ഈ ഒക്ടോബർ 7 ഉണ്ടായിട്ടുള്ള ആക്രമണവും 1200 ആളുകളുടെ മരണവും ഒക്കെ വലിയ സങ്കടമാണ് അവരെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ അവരുണ്ടാക്കിയിട്ടുള്ള നേട്ടങ്ങൾ ചെറുതല്ല. ഗസ, അതുപോലെ സിറിയയിലെ റഷീമിനെ തന്നെ മാറ്റി ഗൊലാൻ ഹൈറ്റ്സ് അടങ്ങുന്ന വലിയ പ്രദേശങ്ങൾ ഇപ്പോൾ അവരുടെ നിയന്ത്രണത്തിലായി. അതുപോലെ വെസ്റ്റ് ബാങ്കിൽ ഉള്ള റമള്ള കേന്ദ്രീകൃതത്തിലെ ഫലസ്തീൻ അതോറിറ്റി നിഷ്പ്രഭമായി. അത് പൂർണ്ണമായി അവരുടെ കുടിയേറ്റക്കാരുടെ നിയന്ത്രണത്തിലായി.
ഹിസ്ബുള്ള ഏറെക്കുറെ ദുർബലമായി സദേൻ ലെബനിൽ അവരുടെ നിയന്ത്രണം വന്നു. ഇറാനെ പൂർണ്ണമായിട്ട് അവർ അന്താരാഷ്ട്ര സംഘർഷത്തിൽപ്പെടുത്തി തകർത്ത് കളഞ്ഞു. ഇറാനിൻ്റെ അകത്ത് നിന്ന് രക്ഷപ്പെട്ട് പറഞ്ഞാൽ എത്ര കാലം എടുക്കും? അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യമെല്ലാം അമേരിക്കയുടെ സഹായം ആണ്. ഇതിലെല്ലാം അമേരിക്കയുടെ സഹായം. അമേരിക്കയ്ക്ക് ഇതുകൊണ്ട് പ്രത്യേകിച്ച് നേട്ടമുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് നേട്ടം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതാണ് ഈ ഇസ്രായേലിൻ്റെ ബുദ്ധി. അപ്പോൾ അതുകൊണ്ട് ഈ സംഘർഷത്തിൽ ലോകത്തിന് മുഴുവനും നാശവും സങ്കടവും ദുരന്തവും ഉണ്ടായ സമയത്ത് ഇതിനകത്ത് ലാഭം ഉണ്ടാക്കിയ ഒരേ ഒരു രാജ്യം സയനിസ്റ്റ് ഇസ്രായേലാണ്. അതാണ് അതിലൊരു വസ്തുത. തീർച്ചയായും ഈ വിഷയം തന്നെയാണ്, ഇതിലേക്ക് തന്നെയാണ് യഥാർത്ഥത്തിൽ സമാധാനം എന്നുള്ളത് എപ്പോൾ സംഭവിക്കുമെന്ന് നമുക്ക് ഇപ്പോഴും വ്യക്തമല്ല. സമാധാനത്തോടെ അടുത്തുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും യുദ്ധത്തിലേക്ക് കിടക്കുന്നു, വീണ്ടും ആക്രമണങ്ങൾ നടത്തുന്നു, തിരിച്ചടികൾ ഉണ്ടാകുന്നു. എന്തായാലും ഈ യുദ്ധത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള നേട്ടം ഇസ്രായേലിന് തന്നെയാണ്. ഇറാൻ വലിയ നഷ്ടങ്ങൾ നേരിട്ടു. യഥാർത്ഥത്തിൽ യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കപ്പെട്ട അമേരിക്കയിലെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ അമേരിക്കയിൽ വലിയ എതിർപ്പുകൾ നേരിടുന്നു. ഇങ്ങനെ ഇതൊരു ചിത്രമാണ് ഇന്ന് ഇറാൻ പശ്ചിമേഷ്യൻ യുദ്ധത്തിൻ്റെ അവസ്ഥയിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇത് യുദ്ധം പക്ഷേ ലോകത്തെ സംബന്ധിച്ചൊരു വലിയ ദുരിതം, അതിൻ്റെ ദുരിതം കൂടുതൽ ഇരട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. യുദ്ധം അവസാനിച്ചാലും ഒരുപക്ഷെ സാമ്പത്തിക പ്രശ്നങ്ങളും വിലക്കയറ്റവും ദുരിതങ്ങളുമെല്ലാം തുടരുമെന്നുള്ളതാണ് ലോകം നേരിടുന്ന ആശങ്കാജനകമായൊരു സ്ഥിതി. നന്ദി.